വീശിക്കൊണ്ട് കൂടി നാളിതുവരെ ഭാഷണത്തിൽ വന്ന് എല്ലാ മക്കളുടെയും വിധങ്ങളായ ജീവിത ദുരിതങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് രോഗികളായിട്ടുള്ള മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ ശക്തി അയച്ച് അവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോ ആരാധന, 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 നന്ദി, ഈശോ ആരാധന, 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 ഈശോയെ നന്ദി, ആരാധന, ആരാധന, നന്ദി, ഈശോ ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടിയിട്ടുണ്ട്. റോഡ് പണിയോടുകൂടി നാട്ടിലെ മരങ്ങളെല്ലാം വെട്ടി വീഴ്ത്തപ്പെട്ടപ്പോൾ ചൂട് ഒരു 2 ഡിഗ്രി ഇപ്പോൾ കൂടുതലാണ്. നമ്മൾക്ക് അത് നല്ലതാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരതദ്രവ്യങ്ങൾ വർദ്ധിക്കുന്നത് നല്ലതാണ്. നമുക്ക് ആസ്തിബദ്ധത ഉണ്ടാക്കും. ഇത്രയും ക്ലേശങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അഴുത്തും വേർത്തും പുഴുങ്ങിയൊക്കെ ഇരുന്ന് ശുശ്രൂഷ കൂടുമ്പോൾ എന്തുമാത്രം നമുക്ക് ഏകദാനപ്പെടാൻ പറ്റുന്നു. ക്രിസ്തുവിൻ്റെ ക്ലേശങ്ങളോട് ഒരു വ്യക്തി വിശ്വാസം നമുക്ക് എന്ത് തരുന്നുവെന്ന് ചോദിച്ചാൽ, വിശ്വാസം നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്നതിനേക്കാൾ ഉപരി വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാതികൂല്യങ്ങളുമായി യേശുവിനോട് ഏകദാനപ്പെടാനുള്ള ഒരു ആർജവത്വമാണ് വിശ്വാസം നൽകുന്നത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാക്ഷ്യങ്ങൾ ഇപ്പോൾ 6 സാക്ഷ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇന്നലെ മുതൽ അപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ക്യാപിറ്റൽ സാക്ഷ്യങ്ങളാണ്. അപ്പോൾ 6 സാക്ഷ്യങ്ങൾ ക്യാപിറ്റൽ സാക്ഷ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സാക്ഷ്യം സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പുതിയ മോഡ് ഓഫ് സെലക്ഷൻ അനുസരിച്ച് മനുഷ്യരെ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റ് വൈസ് തിരിക്കും വിഷയങ്ങൾ. ഇപ്പോൾ ജോലിയാണെങ്കിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആധ്യാത്മിക തകർച്ച, അങ്ങനെ മനുഷ്യൻ്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങൾ, സാമ്പത്തിക ഘടകങ്ങൾ, ജപ്തി നടപടികൾ, അങ്ങനെ ഒത്തിരിയേറെ വിഷയങ്ങളാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ എല്ലാ ദിവസവും അതിൻ്റെ ഏതെങ്കിലും 6 സബ്ജക്റ്റിൻ്റെ, നമുക്ക് 6 സബ്ജക്റ്റാണല്ലോ, 6 ആണല്ലോ ഉടമ്പടിയുടെ എണ്ണം. കൃപ ഗ്രേസ്ഫുൾ നമ്പർ എന്ന് പറഞ്ഞാൽ 6 6 കാര്യങ്ങൾ നമ്മൾ വെക്കുന്നു. കാനായിലെ കല്യാണത്തിന് 6 കൽഭരണികൾ, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് 6 ദിവസം, ഉടമ്പടിയുടെ പേടകം ദൈവം കൽപ്പനകൾ കൈമാറും മുമ്പ് സീനായ് മലമുകളിൽ ദൈവം മേഘാരൂഢനായി വന്നത് 6 ദിവസം. അപ്പോൾ 6 ഒരു പ്രധാനപ്പെട്ട നമ്പരാണ് ബൈബിളിലെ. അപ്പം അതുകൊണ്ട് നമ്മൾ 6 സാക്ഷ്യങ്ങളാണ് ഇപ്പോഴും അനുദിനം അപ്പ് ചെയ്യണത്. അപ്പോൾ 6 സബ്ജക്റ്റ് വൈസ് ആയിരിക്കും. 6 സബ്ജക്റ്റ് വൈസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നിയ ഒരു വിഷയം, ഈ ദിവസങ്ങളിൽ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വിഷയം, ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് റെഡ്യൂസ് ഇൻറ്റു 0- എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വ്യക്തി ചെറുതായി തകർന്നാൽ, ഒരു കുടുംബം തകർന്ന് 0 ആകാം. പക്ഷേ ചിലർ നമ്മൾ നോക്കുമ്പോൾ അവർ 0- പോകും. -1, -2, -3 എന്ന് പറഞ്ഞ് പോകും. എന്നിട്ട് അവർക്ക് ഈ ജന്മത്തിൽ അവരെ കരകയറ്റാൻ സാധ്യമല്ലാത്തൊരവസ്ഥ വരും. ദാറ്റ് ഈസ് ദ മരിയൻ സ്പേസ്. ഈ ജന്മത്തിൽ നിന്നെ കരകയറ്റാൻ നിലവിൽ നിൻ്റെ ബുദ്ധിയിൽ ഒരു പ്രൊവിഷൻ സാധ്യത കാണുന്നില്ലെങ്കിൽ നീ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ദാറ്റ് ഈസ് എ മരിയൻ സ്പേസ് എന്നാണ്. അമ്മ നേരിട്ട് സന്ദർശനം ചെയ്ത് നിന്നോട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. കാര്യം മറ്റെന്തെങ്കിലും സ്വാധീനങ്ങൾ, പഠനങ്ങൾ, കഴിവുകൾ, അതുപോലെ തന്നെ നിൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ, അങ്ങനെ നീ റിലേ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഉടമ്പടിയെ ഫയറാക്കുന്നതിൻ്റെ പ്രധാനം എന്തിലാണ് നീ ആശ്രയം വെച്ചിരിക്കുന്നത് എനിക്കറിയാം. അങ്ങനെ ഒരു വചനമുണ്ട്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എന്തിലാണ് ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് എനിക്കറിയാം. ശ്രദ്ധിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന ആരാധന. ഒരുമിച്ച് പാടാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ തിമോത്തി 1:12. ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുണ്ട് ഒന്ന് ഏറ്റു പറഞ്ഞ്, ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആരിലായിരിക്കും? ഇറ്റ് ഈസ് ഓൺ എ പേഴ്സൺ, ദ പേഴ്സൺ ജീസസ്. നമ്മൾ ഒരു വ്യക്തിയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്, ഒരു തത്വസംഹിതയിലല്ല. അതാണ് ആദ്യം നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ആദ്യം പഠിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാനത് ലിയ സെബാസ്റ്റ്യൻ ഇടുക്കിയിരുന്ന്, നല്ല സാക്ഷിയാണ്, എല്ലാ സാക്ഷ്യവും നല്ലതാണ്. പക്ഷേ
സാക്ഷ്യം ബിഗിനേഴ്സിനൊക്കെ നല്ല സാക്ഷ്യമാണത്. സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നല്ല സാക്ഷ്യമാണ്. ലിയ സെബാസ്റ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അപ്പനെയോ അമ്മയോ നേരത്തെ മരിച്ചു. അവരുടെ ബന്ധുക്കൾ ആരുമാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അപ്പൻ്റെ അമ്മയെ ആശ്രയം പോയാൽ പകുതി ആശ്രയം പോയി. പക്ഷെ പകുതി ആശ്രയം പോയെന്ന് പറഞ്ഞാൽ അത് സ്പിരിച്വലായിട്ട് പറഞ്ഞാൽ അത് പ്ലസ് പോയിൻ്റാണ്. ശരിക്കും വിശ്വസിക്കുന്നവന് അത് പ്ലസ് പോയിൻ്റാണ്. വിശ്വസിക്കാത്തവർക്ക് അത് ദൈവം എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തതൊക്കെ പറഞ്ഞ് മോങ്ങി അവസാനം വരെ മരിച്ചു പോകും അവസാൾ. വിശ്വസിക്കുന്നവൻ അത് വെച്ചാണ് ബിസിനസ് ചെയ്യണത്. എന്താണ്? എൻ്റെ അപ്പനും അമ്മയും ഇല്ല, പിന്നെ ആരാണ് അപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ളത്? 13. അതായത് ഈശോ ഇത് അപ്പനെ അമ്മയെ ഉൾപ്പെടെ ആരും ആശ്രയം വെക്കുന്നു. ഈശോയുടെ പാക്കേജ് അത് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലാത്തത് കൊണ്ട് ആരും അതിൻ്റെ പേരിൽ കടിച്ചു തൂങ്ങി വിഷമിച്ച് നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈശോ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ്? 10:23 മത്തായിയുടെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 മത്തായി 23:9. സോറി. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ പറഞ്ഞേ, ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ഇത് നിലപാടാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആശയത്തിലുള്ള അവലംബമല്ല, മറിച്ചൊരു വ്യക്തിയോട് അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതത്തിന്റെ നിലപാടാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ആരാധന.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകണം. വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എല്ലാ മനസ്സോടും സർവശക്തിയോടും പൂർണ്ണ അറിവോടും സ്വാതന്ത്ര്യത്തോടും പൂർണ്ണ ഹൃദയത്തോടും കൂടിയാണ് ദൈവത്തെ ആരാധിക്കണമെന്ന്. അങ്ങനെ അതാണ് നമ്മൾ കളക്റ്റീവായിട്ട് വന്ന് ആരാധിക്കുമ്പോഴുണ്ടാകുന്ന ഗുണം. ഒരു പക്ഷേ വീട്ടിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ഇത്രയും സ്വരത്തിൽ ആരാധിക്കാമെന്ന് പരിധിയില്ല. ആരാധന അഭിഷേകമായി നൽകുമ്പോൾ ആരാധന സമൂഹത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മനസ്സർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ സകല മലാഖന്മാരുടെ കൂടെ എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തെ അർഹമായ ആരാധന കരയേറ്റുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോഴേ ഈശോ അതിനോട് ചേർന്ന് വരാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ അപ്പനെ പേര് വിളിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. അൾട്ടിമേറ്റായിട്ട് നിൻ്റെ അവലംബം ദൈവത്തിൽ മാത്രമായിരിക്കണം. നിൻ്റെ പൊന്ന്, പണം, ബന്ധം, സ്വന്തം, ഇതൊക്കെ ചില സമയത്ത് പ്രബടാന്നിങ്ങനെ വീഴണത് കാണാം. നീ ആശ്രയം വെച്ച അവലംബം വെച്ച ആൾക്കാർ അവസാന നിമിഷം നിന്നെ ഇങ്ങനെ തള്ളിപ്പറയും. നീ ഒത്തിരി മനുഷ്യൻ്റെ എന്നോട് ചോദിക്കും വാട്ട് ഇസ് എ ട്രാജഡി ഓഫ് ലൈഫ്, എന്താ മനുഷ്യൻ്റെ ദുരന്തമെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയും മനുഷ്യൻ്റെ അവലംബങ്ങളാണെന്ന് പറയും. മനുഷ്യൻ്റെ അവലംബങ്ങൾ ബന്ധമാകാം, സ്വന്തമാകാം, പൊന്നാകാം, പണമാകാം, പാർട്ടിയാകാം, പറമ്പാകാം, ഇങ്ങനെ കുറേ അവലംബങ്ങളുണ്ട്. ഈ അവലംബങ്ങളിലെല്ലാം നിൻ്റെ ക്ലച്ച് വിടുന്നതനുസരിച്ച് കൊണ്ട് നീ ദൈവത്തിൽ ഫുൾ സ്വിങ് ആയിട്ട് നിനക്ക് അവലംബം കിട്ടും. അതിനുവേണ്ടി നമ്മൾ തകർച്ചയെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉയർച്ചയാണ്. ആധ്യാത്മിക ജീവിതത്തിലെ നിങ്ങൾ തകർച്ചയെന്ന് പറയരുത്. തകർച്ചയെന്ന് പറയണത് ഇപ്പം നമുക്കറിയാം, ഗോതമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണത്? അത് ചൂടാണെന്ന് പറയും, അല്ലെ? ആയുർവേദക്കാരാണെങ്കിൽ പറയും അത് ചൂടാണെന്ന് പറയും. എന്താണ്? ഫലത്തിലത് ചൂടായത് കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ തകർച്ച എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിൽ അത് ഉയർച്ചയാണ്, അല്ലെങ്കിൽ കുതിപ്പിന്. കാര്യം നമ്മുടെ അവലംബങ്ങൾ മാറിയിട്ട് ദൈവത്തിൽ മാത്രം നമ്മൾ അവലംബം ചെയ്യാൻ പോകുന്നു. ബന്ധുക്കളാകാം, സ്വന്തപ്പെട്ടവരാകാം, ഇങ്ങനെയുള്ള അവലംബങ്ങൾ. ഇപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം ആരിലാണ് നിങ്ങളുടെ അവലംബമെന്ന്. അപ്പോൾ ആരിലാണ്, ഇപ്പം തിമോത്തി എന്താ പറയണത്? ആരിലാണ് എൻ്റെ അവലംബമെന്ന് എനിക്കറിയാം, അത് ദൈവത്തിലാണ് എൻ്റെ അവലംബമെന്ന്. അപ്പോൾ ഓരോ തകർച്ച ഉണ്ടാകുന്നു. ഇപ്പം ആരോഗ്യം, അപ്പോൾ നീ ആരോഗ്യം ചിലപ്പോൾ എപ്പോഴും എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാമോ? നമുക്ക് യുദ്ധം നടക്കുമ്പോൾ അറിയാമല്ലോ, എല്ലായിടത്തും ബോംബൊന്നും വീഴത്തില്ല. ബോംബ് വീഴുന്ന എപ്പോഴും പാലം അതുപോലെയുള്ള മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലെ ബോംബ് വീഴത്തുള്ളൂ. അതായത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ എപ്പോഴും ബോംബ് വീഴത്തുള്ളൂ. മിലിറ്ററി കൺവോയ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ബോംബ് വീഴും. ഇതുപോലെ നമ്മൾ അവലംബം വെച്ചിരിക്കുന്നതിലാണ് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള തകർച്ച വരുമ്പോഴും നമ്മൾ തളർന്നു പോകത്തുള്ളൂ. പക്ഷേ അങ്ങനെ തളർന്ന ഒരു സ്ത്രീയാണ് ഈ ലിയ സെബാസ്റ്റ്യൻ. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അപ്പനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് ബന്ധുക്കൾ അവരെ വളർത്തിയവർ അവരെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കും. അപ്പോൾ അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം ജോലി വാങ്ങിക്കുക. ഇപ്പോഴത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടല്ലോ ജോലി വാങ്ങിക്കണമെന്ന്. അപ്പോൾ ജോലി വാങ്ങിക്കുക, സ്വന്തം കാലം നിൽക്കുക, ഇങ്ങനെയൊക്കെ നമുക്ക് സ്വകാര്യമായ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മുരഞ്ഞു പോകും, അടുക്കളയിൽ തന്നെ കാണാത്ത കാരെ കെട്ടിടേണ്ടി വരും, നമ്മുടെ ജീവിതം തീർന്നു പോകും. അത് കാരണം പെൺപിള്ളേരെല്ലാം ശരിക്കും പഠിച്ച് എങ്ങനെയെങ്കിലും അതായത് അവരെപ്പോഴും നോക്കുന്നത് വിവാഹ അനന്തരമായ ജീവിതത്തെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് പെൺപിള്ളേരാണ്. അപ്പം അങ്ങനെ സ്വകാര്യമായിട്ട് ജോലി വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹിക്കാമല്ലാതെ സിറ്റുവേഷൻസ് അതിനെ അനുവദിക്കണില്ല.
നമ്മൾ ചൊൽപ്പിടിക്ക് നമ്മൾ പറയണത് കേട്ടിട്ട് നിൽക്കാൻ വേണ്ടി നമുക്ക് അധികാരം ചെലുത്താൻ പറ്റിയ അപ്പനില്ല. നമ്മളിതൊക്കെ ചെയ്യണ അപ്പനെ കണ്ടിട്ടല്ലേ പെൺപിള്ളേരെല്ലാം ചെയ്യണത്. അപ്പൻ സ്ഥാനങ്ങളായി അമ്മ കയറി ഉടക്കിയാലും അപ്പൻ സ്ഥാനായിട്ട് നിൽക്കുന്നവർക്കറിയാം. കാര്യം അതാണ്, അവർക്ക് പെൺപിള്ളേരുടെ ആശ്രയം അപ്പന്മാരല്ലേ കൂടുതൽ, അമ്മമാർക്ക് അധികമില്ല. ആൺപിള്ളേർക്ക് ആശ്രയം അമ്മമാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ആശ്രയമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ മക്കൾ നിങ്ങൾ ഓവറായിട്ട് അപ്പനായാലും ഇപ്പോൾ പെൺപിള്ളേരായാലും ശരി അപ്പനോടായാലും ശരി ആൺപിള്ളേർ അമ്മയോടും ശരി അമിത ആശ്രയം വെക്കരുത്. നിങ്ങളുടെ ദുഃഖം ഉണ്ടാകാൻ പോണത് നിങ്ങൾ എന്തിൽ ആശ്രയം വെക്കുന്നു അതിൽ നിന്നായിരിക്കും വരാൻ പോണത്. ചിലപ്പോൾ അവർ നേരത്തെ മരിച്ചു പോയെന്ന് വരുമോ. അപ്പോൾ അതുകൊണ്ട് അത്രയും നമ്മൾ പിന്നെ നമ്മൾ ഈ കോഞ്ഞാട്ടയായി നാണം കെട്ട് നാറി അവസാനം ദൈവത്തിൻ്റെ അടുത്ത് വരും. നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന ആളിൻ്റെ തട്ടും മുട്ടും കിട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു കാലത്ത് അവരുണ്ട് എനിക്ക് ഇവരുണ്ട് അങ്കിളുണ്ട് ആനയുണ്ട് ആൻറ്റിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് അവസാനം ഈ ആൾക്കാർ തന്നെ നിന്നെ കാല് വരുമ്പോൾ നാണം കെട്ടും നാണക്കല്ലും പറഞ്ഞ് നീ ദൈവത്തിൻ്റെ അടുത്ത് വരും. പക്ഷേ നിൻ്റെ മാർക്ക് കുറവായിരിക്കും. എന്താണ്? നിനക്ക് അവരുണ്ട്. ഇപ്പം നീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുക, അവരില്ലാത്തത് കൊണ്ടാണ് നീ ദൈവത്തിൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിൻ്റെ ക്വാളിറ്റി പോയി. ദൈവതിരുസന്നിധി ഗുണനിലവാരം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവതിരുസന്നിധിയിൽ ഗുണനിലവാരം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനെന്ത് ചെയ്യണം? ആശ്രയം വെച്ചിരിക്കുന്നവർ ആരാണെന്ന് അറിയണം. Take the bed of read it again. ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് അറിയാം. 2 തിമോത്തി 1:12. 2 തിമോത്തി 1:12. ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്. ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോഴേ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ എന്താ പറ്റണത്? ലജ്ജിക്കേണ്ടി വരത്തില്ല. വേറെ പൊന്ന് പാർട്ടി അതുപോലെ എല്ലാവരും ഇപ്പോൾ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നവരുടെ 55 വയസ്സുകാർ കഴിഞ്ഞ ഒരു ചേട്ടനായി എനിക്കറിയാം. അങ്ങനെ പാർട്ടിയുടെ LC സെക്രട്ടറിയോ വേറെ എന്തോ ഏരിയ കമ്മിറ്റി അംഗമോ എന്തൊക്കെ വലിയ ആളായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ലീഡറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ലീഡർ ഇടക്കാലം കൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്തായി, വേറെ പാർട്ടി ചേർന്ന്. അപ്പോഴേ ഇയാളുടെ ആശ്രയം പോയി. മനസ്സിലായില്ലേ? പാർട്ടിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ വരുന്നൊരു വിഷയം, ഏതെങ്കിലും ഒരു ലീഡറിൻ്റെ കെയർ ഓഫ് നമുക്കുണ്ടാവും. പക്ഷേ ഈ ചില സമയത്ത് ലീഡർമാർ അവർക്ക് ഇലക്ഷനൊക്കെ വരുമ്പോൾ വേണ്ടത്ര പരിഗണന കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കളം മാറി ചവിട്ടും. അപ്പോൾ എന്നാ പറ്റും? നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ചത് മൊത്തം പോകും. പുതിയ സ്ഥലത്ത് നമുക്ക് ഗ്രിപ്പ് നമ്മുടെ ലീഡറിന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഗതി കിട്ടാൻ പ്രേതമായി പോകും. 50 വയസ്സ് കഴിഞ്ഞ് പാർട്ടി പ്രവർത്തിച്ച ഒത്തിരി ഗതി കിട്ടാൻ പ്രേതങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഇവർ നല്ല കാലത്ത് ദൈവത്തെ അറിയാഞ്ഞത് കൊണ്ടും കളമാറി ചവിട്ടി ദൈവത്തെ നിരക്കാത്ത രീതിയിൽ ദൈവത്തെക്കാൾ വലിയ ദൈവങ്ങളെ സ്വന്തമായിട്ട് പൂജിച്ചത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ആരിലാണ് പറഞ്ഞേ? ഞാൻ ആശ്രയം വെച്ചതെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾക്കറിയാവോ ആരിലാണ് ആശ്രയം വെച്ചിരിക്കണമെന്ന്? ആശ്രയത്തിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കണം, നല്ലതാണ്. ഇത് കറക്റ്റ് ചെയ്യണം. ഗുണനിലവാരമുള്ള റിലേഷൻ, ദൈവത്തോട് ഗുണനിലവാരമുള്ള ഒരു ബന്ധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആശ്രയങ്ങൾ ആരാണെന്ന് നോക്കണം ആദ്യം. ആശ്രയങ്ങൾ ഇത് കാര്യം നമ്മൾ ഈ ഭൂമിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവമായാലും ചില സമയത്ത് ഇതിൻ്റെ വിലയില്ലാണ്ടായിപ്പോകും. ഇപ്പം നാട്ടിൽ മുഴുവനും കുറേ ആൾക്കാർ സീ വ്യൂ IVU എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീ വ്യൂ ലേക്ക് വ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടിച്ചു തല്ലി ഒരു സെൻറ്റിന് 5 ലക്ഷം രൂപ വെച്ച് ഒരു കായലിറമ്പത്ത് സ്ഥലം മേടിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ഒരു കാലത്ത്. അവിടെ ആസ്തി അതായിരുന്നു. എന്താണ്? CVUവിൽ കടലോരത്ത് എനിക്ക് 8 സെൻറ്റ് സ്ഥലം ഉണ്ട്, 8 ഏക്കർ സ്ഥലമുണ്ട്, കായലിറമ്പത്തിൽ എനിക്ക് അത്രയും സ്ഥലമുണ്ടെന്നൊക്കെ പറയും. ആ CVU എന്നൊക്കെ പറഞ്ഞ് വിൽക്കും. പക്ഷേ ഒരു പ്രളയം വന്നതോടുകൂടി ഈ സ്ഥലങ്ങളെല്ലാം വെള്ളം കയറിപ്പോയി. ഇപ്പോഴ് അവിടെ വിലയില്ല. അപ്പോൾ പറമ്പിൽ ആശ്രയം വെച്ച ആൾ നിങ്ങളെ ഒരു ഞായറാഴ്ച കുർബാനക്ക് പോലും പോകാതെ ആയിരിക്കും ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വേറെ ആൾക്കാർ മേടിച്ചെടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പെരിയാറിൻ്റെ പമ്പാനദി തീരത്തൊക്കെ സ്ഥലത്ത് സ്വന്തമാക്കാൻ വേണ്ടി ഓടിയവരെല്ലാം ഇന്ന് ദുഃഖിക്കുന്നുണ്ട്. എന്താ കാര്യം? ഇന്ന് അവിടെ പലപ്പോഴും സ്ഥലത്തിന് വില കുറവാണ്. എന്താണ് ആൾക്കാർ ചോദിക്കുന്നത്? പ്രളയം വന്നപ്പോൾ ഇവിടെ വെള്ളം കയറിയായിരുന്നു ചോദിക്കും. ഒറ്റ ചോദ്യമേ ചോദിക്കത്തുള്ളൂ. പ്രളയം വന്നപ്പോൾ ഇവിടെ വെള്ളം കയറിയായിരുന്നു, നശു അടിച്ചു പോയി.
അപ്പോൾ ഓരോ കാലം ചെല്ലുന്തോറും ആസ്പദങ്ങളെല്ലാം ക്വാളിറ്റേറ്റീവ്ലി, അപ്പോൾ കുർബാനയെ മുടക്കിപ്പോയ പാർട്ടിയാണിത്. ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഞായറാഴ്ച കുർബാനയെ മുടക്കിപ്പോയതാണ്. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവമല്ല വലുത്, എനിക്ക് പറമ്പാണ് വലുതെന്നും പറഞ്ഞ് ഓടിയ പാർട്ടിയാണ്. നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഓരോ മനുഷ്യൻ്റെ ദുഃഖം ദൈവത്തെ അറിയാത്തത് കൊണ്ടുണ്ടാകുന്നതാണ് ഓരോരുത്തർ. അപ്പം നിങ്ങൾ ഇതുകൊണ്ട് എപ്പോഴും ദൈവമായിട്ടൊരു ആലോചന, ഒരു ബന്ധം, റെസ്പെക്റ്റ്, അതായത് ഒരു അടുപ്പമുള്ള ബന്ധം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും തലയ്ക്ക്. നമുക്ക് ഏറ്റവും വലിയ വേണ്ടത്, ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടത് എന്തിനാണ്? ഹൃദയത്തിനും തലക്കുമാണ് പ്രൊട്ടക്ഷൻ വേണ്ടത്. കാര്യം ഇതാണ് ഇത് ഉള്ളിൽ വെച്ചിരിക്കുന്ന കാര്യം. കള്ളിൻ്റെ അകത്തല്ല, തലയുടെ അകത്തല്ല തലച്ചോറിരിക്കണത് അല്ല. ഇവിടെ നമുക്ക് അനക്കാൻ പറ്റത്തില്ലല്ലോ. താടി ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ല, മേലിലോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ അനക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യൻ തന്നെത്താൻ തല്ലി ചത്തുപോയനാണ്. അതുകൊണ്ട് ഈ അനക്കാൻ പറ്റാത്ത സ്ഥലത്താണ് തലച്ചോറ് വെച്ചിരിക്കുന്നത്. ഹൃദയം കുറേ വാരിപ്പറ്റിനെ കൊണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഈ രണ്ട് ഫാക്കൽറ്റീസിന് നല്ല സംരക്ഷണം വേണം. പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ വ്യാപാരങ്ങൾക്ക് ദൈവസംരക്ഷണമാണ് വേണ്ടത്. നിൻ്റെ ഹൃദയ വ്യാപാരങ്ങൾക്കും ബുദ്ധി വ്യാപാരങ്ങൾക്കും വേണ്ടത്. അങ്ങനെ ഒരു വചനമുണ്ടല്ലോ, ഫിലിപ്പിയർ വായിച്ച് നോക്കിയേ, ചിന്തകളെയും ബുദ്ധികളെയും. ഫിലിപ്പിയർ 4:6 അല്ലേ? ഫിലിപ്പി 4:6-7. ഫിലിപ്പിയർ 4:6-7. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പറഞ്ഞേ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പൊ ക്രിസ്തുവിന് ഈ ബുദ്ധിയും ഹൃദയവും യേശുക്രിസ്തുവിനെ ഏൽപ്പിക്കണം. വേറെ ആരും ഏൽപ്പിച്ചിട്ട് കഥയുമില്ല. ഇതിനാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്, ഇതിനാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. എന്താണ്? അതായത് വേറെ ആര് ഈ ബുദ്ധിയും അതുപോലെ തന്നെ ഈ ബുദ്ധിയും ഈ ഹൃദയവും കൈകാര്യം ചെയ്താലും നാളെ അറ്റാക്ക് ഉറപ്പാണ്, നാളെ സ്ട്രോക്ക് ഉറപ്പാണ്. ഈ സംഭവം ആദ്യമേ ഏൽപ്പിക്കേണ്ടത് ആരെയാണ്? ഒന്ന് പ്രാർത്ഥിച്ച് തലയിൽ കൈ വെച്ച്, ഇടത് കൈ കൊണ്ട് നെഞ്ചിലോ വലത് കൈ കൊണ്ട് തലയിൽ കൈ വെച്ച് അച്ഛൻ്റെ കൂടെ ചെന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഹൃദയത്തെയും ബുദ്ധിയെയും കൈകാര്യം ചെയ്യാൻ ദൈവത്തിൻ്റെതല്ലാത്ത ശക്തി കേന്ദ്രങ്ങളെ ഞാൻ ആശ്രയിച്ചു പോയിട്ടുണ്ട്. കർത്താവേ, ബുദ്ധിയെയും ഹൃദയത്തെയും പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്ന ഏറ്റെടുക്കുകയും 4:6 അനുസരിച്ചുകൊണ്ട് ദൈവിക സംരക്ഷണം നൽകുകയും ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ലിയ സെബാസ്റ്റിൻ്റെ കല്യാണം കഴിഞ്ഞു. അവളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അത് നടപ്പിൽ വരുത്താൻ അവൾക്ക് അവലംബമാകാൻ അപ്പനും അമ്മയും ഇല്ല. അതുകൊണ്ട് അവിടെ ബന്ധുക്കൾ അവളുടെ ജീവിതം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ബന്ധുക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും അവിടെ വലിയ പ്രസക്തിയില്ല. അവിടെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി. അപ്പോൾ തൻ്റെ പഠനങ്ങൾ, അതുപോലെ തന്നെ തൻ്റെ ജോലി, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും അവിടെ പൊസിഷനില്ല, സ്പേസ് ഇല്ല. അവസാനം 2 പ്രസവം കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഒരു 2 വയസ്സൊക്കെ 3 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കണമല്ലേ, ഇത്തിരി പഠിച്ചതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവളൊരു ജോലിക്ക് പോകും. അപ്പോൾ ജോലിക്ക് പോകുമെങ്കിലും ആ ജോലിയോട് ഭർത്താവിന് താല്പര്യമില്ല. ഓരോ മനുഷ്യൻ്റെ ടെൻഷൻ വരുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ?
സ്ത്രീകളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വരുന്ന സങ്കടങ്ങൾ കണ്ടില്ലേ? ഇതെല്ലാവരുടെയും സങ്കടങ്ങളാണിത്. ലിയ സെബാസ്റ്റ്യൻ മാത്രമല്ല. അവൾക്ക് ജോലിക്ക് പോയി, വീട്ടിൽ ഇഷ്യൂസായി. കാര്യം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ശ്രദ്ധിക്കപ്പെടാതെ വീഴുക, തട്ടുമുട്ടുക, സമയത്ത് ഭക്ഷണം കിട്ടില്ലെങ്കിൽ കിടന്ന് കാറുക, അവർ ചിലപ്പോൾ വെയിലത്ത് എണ്ണയിട്ട് വെയിലത്ത് പോയി തലയിൽ പനി പിടിപ്പിക്കുക. പിന്നെ അത് വീട്ടുകാർക്ക് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിലും, അപ്പോൾ നീ ജോലിക്ക് ഓടിയിട്ടല്ലേ എന്നുള്ള ഭയങ്കര ഡയലോഗും, ഭ്രാന്ത് പിടിച്ചു പോകും ജീവിതം ഇല്ലേ? ഇപ്പം ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിൽ ഇവിടെ ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ ഇഷ്യൂസ് വീട്ടിലുണ്ട്. അവരുടെ അവസ്ഥ മടുത്ത്. ഇതാരുടെ ജീവിതമാണ്? നിങ്ങളുടെയൊക്കെ പലരുടെയും ജീവിതമാണ്. നിങ്ങൾ പല ആൾക്കാർ അനുഭവിക്കുന്ന അവസ്ഥകളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ. അവർക്ക് ഇത് മടുത്ത് പിന്നെ വെറുതെ വീട്ടിലും ജോലിയിലും അവിടെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ വീട്ടിലും ഇങ്ങനെ പ്രശ്നമാണ്. അയാൾ നിർത്തിയേക്കാമെന്ന് വിചാരിച്ചു, ജോലി അങ്ങനെ നിർത്തി. ഇപ്പോൾ ഭർത്താവിൻ്റെ ഒരു വഴക്ക് കുറഞ്ഞ്. ഇപ്പോൾ ഒരു ലേഡി അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉടമ്പടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? അല്ലെങ്കിൽ ഒരു ബോയ്, അല്ലെങ്കിൽ ഒരു ഒരു പുരുഷൻ അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങൾ, നിങ്ങളത് ഉടമ്പടിയെ ആ ഒരു പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോണത്. ദൈവം ഈ കാലഘട്ടത്തിന് പറ്റിയ പ്രെയർ ഓഫ് ദിസ് ടൈം, ഈ കാലത്തിന് പറ്റിയ ഒരു പ്രാർത്ഥന. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇങ്ങനെ ഇരച്ച് നിൽക്കണം ഇവിടെ. എന്തുകൊണ്ടാണ്? കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പച്ചയായ ജീവിതമാണ് ദൈവം ഇവിടെ കൈകാര്യം ചെയ്യണം നിങ്ങൾക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളെ സ്പർശിക്കും. ഇപ്പം തന്നെ അത് സ്പർശിക്കാൻ വേണ്ടി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടണം, എല്ലാവരും പാടണം. കൈ നെഞ്ചത്ത് വെച്ചോണ്ട് ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് ഇപ്പം ഇങ്ങനെ വന്ന് അവൾ വീട്ടിലിരിക്കുകയാണ്, യാസവാസം വീട്ടിലിരിക്കുകയാണ്, ജോലിക്ക് പോകണില്ല, അതിൻ്റെ സങ്കടങ്ങളുണ്ട്. നമുക്ക് സ്വകാര്യമായ, നമ്മുടെ ലേഡീസിന് സ്വകാര്യമായ കുറേ ആവശ്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ മറ്റുള്ളവരുടെ മുമ്പ് കൈ നീട്ടണ്ടേ? അത് ചിലർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കുറേ വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങിക്കത്തില്ലേ, അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവിനോട് എപ്പോഴും ചോദിച്ചു നടക്കുക, ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. പൈസ കിട്ടുമായിരിക്കും, 10 പ്രാവശ്യം ചോദിച്ചാലായിരിക്കും 1 പ്രാവശ്യം കിട്ടണത്. അത് നല്ല മോന്തയോടെ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ ഈ കേസ് പറയുകയല്ല, പൊതുവെയുള്ള ലേഡീസ് ചില ആൾക്കാർ അനുഭവിക്കണം, എല്ലാവരും അല്ല കേട്ടോ. നിങ്ങൾക്ക് വലിയ മെഡിക്കൽ കാണുന്നത് എനിക്കറിയാം. പക്ഷേ എങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ പേര് വല്ലാത്ത സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കിത് വലിയൊരു പ്രയാസമായി. അങ്ങനെ പ്രയാസമായി ഇവർക്ക് ഡിപ്രഷനായി. പ്രയാസത്തിൽ കൂടിപ്പോയി. എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കാതെ, ഇതിനകത്ത് കഴിക്കണം, ഭക്ഷണം കഴിക്കാതെ ആൾ മുറി ലോക്ക് ചെയ്ത് അകത്തിരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നിസ്സാരം ഇവിടെ കൂടെ ഇത് അവസാനിക്കണില്ലേ കാര്യങ്ങൾ. ഇപ്പോൾ വഷളായത് കണ്ട, മനസ്സ് ഇടിഞ്ഞ് അവസാനം ഡിപ്രഷൻ കൂടായി, ഉറക്കമില്ലാതെയായി, അകത്തിരിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കണം, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണില്ല. അപ്പോൾ അമ്മമാർ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ ശരി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമല്ലേ, അവരെ കുളിപ്പിക്കും.
കാര്യം 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോകും, പൊട്ടായി പോകും. അപ്പോൾ അതുങ്ങളെപ്പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥയിൽ ഇവിടെ മനസ്സ് കൺട്രോൾ പോയി. അതുങ്ങളെപ്പോലും സ്വന്തം കുഞ്ഞുങ്ങളെ പോലും സമയത്ത് ഭക്ഷണം കൊടുക്കാൻ, അവൾ കുളിക്കണില്ല, അവൾ കുളിക്കാൻ തോന്നണില്ല, അവൾ ഭക്ഷിക്കാൻ തോന്നണില്ല, എന്നാത്ത ഇതൊക്കെ ചെയ്യണമെന്നുള്ള തീർന്ന ജീവിതം പോയി. ഇനി ചാകണ വരെ ഇങ്ങനെ ജീവിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഒരു സൈലൻറ്റ് സൂയിസൈഡ് ടെൻഡൻസി ആളിന് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഈ മുറി ലോക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ അമ്മായിയമ്മ പക്ഷെ ബെസ്റ്റാണ്. അമ്മായിയമ്മ വന്ന് എപ്പോഴും കണ്ണീരോടെ വിളിക്കുന്നുണ്ട്, വാമോളെ കഴിക്കുമോളെ, ഇങ്ങനെ ഇരുന്നാൽ എത്ര കാലം ഇരിക്കുന്നീ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് നമുക്ക് അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവൾക്ക് അത്രയും സങ്കടം അങ്ങോട്ട് കയറിപ്പോയിട്ട് സങ്കടം തലക്കടിച്ച് പോയിരിക്കുകയാണ്. അത് കാരണം ഒരു ആശ്വാസവാക്കും അവളെ ഏൽക്കണില്ല. ഒരു ദിവസം ഒരു ഉടമ്പടി ധ്യാനം ഇങ്ങനെ ഒരു 2 മാസമോ 2 ആഴ്ചയായി ഇങ്ങനെ ഇരിക്കണത്. അപ്പം ജീവിതം തീർന്നു. എപ്പോഴെങ്കിലും ഒരു മരണം വരും, അപ്പം കണ്ടുമുട്ടാം, ഞാനായിട്ട് മരിക്കണില്ല എന്നൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളാണ്. പെട്ടെന്ന് ഇവൾ മൊബൈലിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ ആരോ നമ്മുടെ ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു കഷ്ണം വെട്ടിയിട്ട് കൊടുത്ത്, വെട്ടി കൊടുത്തതല്ല, ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, കുറേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാരൊക്കെ, വലിയ പ്രേക്ഷിത പ്രവർത്തനമാണേ. നമ്മളറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഉടമ്പടി ധ്യാനം എടുത്ത് കട്ട് ചെയ്തും സാക്ഷ്യം കട്ട് ചെയ്തൊക്കെ ഇട്ടേക്കാണ്. അതിനേക്കാളൊക്കെ വലിയ സുവിശേഷ വില ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇവൾ ഒരു വചനം കേട്ട്, അത് എന്താ കേട്ടതെന്ന് വെച്ചാൽ ഉടമ്പടി ധ്യാനമാണ്. ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെ മുമ്പിൽ നിനക്ക് മുട്ടുമടക്കേണ്ടി വരത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അത്ഭുതമായി. അതായത് എപ്പോഴും എൻ്റെ മക്കളെ, നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി ചാരത്തിൽ പൊതിഞ്ഞ് ദൈവം നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ക്ലേശകാലങ്ങളിൽ നീ ഇതാണ് അറിയേണ്ടത്. നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി ദൈവം ചാരത്തിൽ പൊതിഞ്ഞ് നിൻ്റെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. ലിയസഭാസ് എന്താ സംഭവിച്ചിരിക്കുന്നത്? വിശ്വാസത്തിൻ്റെ അഗ്നി. ഇപ്പം സങ്കടമാണ് ഭയങ്കര, തകർച്ചയാണ് ഭയങ്കര, ജീവിതം തീർന്നിരിക്കുകയാണെങ്കിലും വിശ്വാസത്തിൻ്റെ ഒരു അഗ്നി. അതിന് അഗ്നിക്കുള്ള ഗുണമെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വചനങ്ങൾ കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് കത്തും. ഈ ചാരം മൂടിയ അഗ്നി, അവളുടെ വിശ്വാസത്തിൻ്റെ അഗ്നി, ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ചാരം പറന്നു പോയിട്ട് ഈ സാധനം കത്തി പെട്ടെന്ന്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നീ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ പിന്നെ ആടെ മുമ്പിൽ മുട്ടുമടക്കേണ്ട ആവശ്യം വരുത്തിയില്ല. അത് ഞാൻ പോലും അറിയാതെ ഇവിടെ നിന്നുകൊണ്ട് കർത്താവ് പറയിപ്പിച്ചതാണ്. ആർക്കോ വേണ്ടി പറയിപ്പിക്കണാണിത്. ഈശോ ഉദ്ദേശിക്കുന്നുണ്ട് ആൾക്കാരെയൊക്കെ. തകർന്നരിപ്പണമായി 0- ഇരിക്കുന്ന ആൾക്കാരെ കർത്താവ് മനസ്സിൽ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ വചനം. ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ
ക്ലേശകാലത്ത് അന്ധകാരം കഴിഞ്ഞ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സന്തോഷത്തിൽ പറഞ്ഞ് ഈശോക്ക് തോന്നണം നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ആരാധന അത് മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിന്നെ പാറമേൽ ഉയർത്തി ഞാൻ നിർത്തും. അതായത് ഇപ്പം ക്ലേശകാലമാണെങ്കിലും ഈ ടൈം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ അവൻ നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. അപ്പം ഈ കാലത്ത് നീ എന്ത് ചെയ്യണം? ഇവളെന്താ ചെയ്തതെന്ന് പറയും. ഇവള് ഈ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെ മുമ്പിലും നിനക്ക് മുട്ടുമടക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞത് ഇവൾക്ക് അഭിഷേകമായി. വചനത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ മാനുഷിക വചനമായിരിക്കും, പക്ഷേ അതിൻ്റെ അകത്തുള്ള സ്റ്റെമ്മില്ല, ജീവനെന്ന് പറയണത് അതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് വേറെ ഉണ്ടാകും. ഞാൻ ഈ മാനുഷിക ഭാഷ പറയുന്ന വചനത്തിൻ്റെ ആത്മാവ് യഥാർത്ഥ വചനം തന്നെ ആയിരിക്കും. യഥാർത്ഥ വചനത്തിന് എൻഫ്ലഷ് ചെയ്യുന്നതാണ് ഒരു പ്രഭാഷകൻ്റെ ദൈവിക ഉപകരണമാകുന്ന രീതി. ഇപ്പം ഉദാഹരണത്തിന് സങ്കീർത്തനം 118:8-9 എടുത്ത്. സങ്കീർത്തനം 118:8-9 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 118 സങ്കീർത്തനം 8-9 തിരുവചനങ്ങൾ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ വേർഡ് ഓഫ് ഗോഡ്. ഇതിൻ്റെ തന്നെ അഭിഷേക സമയത്ത് ഇതാണ് ഇതിൻ്റെ സ്കെൽട്ടൺ എന്ന് പറയുന്നത്. അത് കറക്റ്റ് വേർഡ് ഓഫ് ഗോഡാണ്. എന്താണ്? മനുഷ്യന്മാരിൽ അഭയം തേടരുത്, രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കരുത്. അതാണ് വേർഡ് ഓഫ് ഗോഡ്. അതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് ഈ പറയുന്നത്. എന്താണ്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെ മുമ്പിൽ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ നമ്മൾ എത്ര പേരുടെ മുമ്പിൽ മുട്ടുമടക്കുന്നുണ്ട്? ഇൻസ്റ്റാൾമെൻറ്റുകാരൻ്റെ കയ്യിൽ മുട്ടുമടക്കണം, പലിശക്കാരൻ്റെ അടുത്ത് മുട്ടുമടക്കണം, ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് മുട്ടുമടക്കണം, അല്ലേ? ഇങ്ങനെ ലോകത്തിലുള്ള ഓരോ മനുഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കി പ്രഖ്യാപിത അടിമയായിട്ട് ജീവിക്കണം നമ്മൾ. ഈ അടിമ ജീവിതം അവസാനിപ്പിക്കാൻ കർത്താവ് തന്നെ തിരിച്ചു വിളിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ.